ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 പരീക്ഷാ ഫലങ്ങളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ കരിയർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ +2 വിദ്യാർത്ഥികൾക്കെല്ലാം ഇനി +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു 80% വിദ്യാർത്ഥികളും മെയിൻലി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഡിഗ്രി അഡ്മിഷനിലേക്ക് തന്നെയായിരിക്കും. ഇതിൻ്റെ ഇടയിൽ തന്നെ കീം, നീറ്റ് അങ്ങനെയുള്ള അഡ്മിഷൻസ് നോക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും. ഭൂരിഭാഗം ഒരു മെജോറിറ്റിയും ഇത്രയും നാളും കണ്ടുവരുന്ന ട്രെൻഡ് അനുസരിച്ച് ഡിഗ്രിയിലേക്ക് പോകുവാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. അപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞ വർഷം മുതൽ 4 വർഷത്തെ കോഴ്സ് ആക്കിയ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പിൻകാലത്തെ പോലെ 3 വർഷമായിരിക്കില്ല, 4 വർഷത്തെ മെയിൻ കോഴ്സ് ആയിരിക്കും ഈ ഒരു 4 ഇയർ UG പ്രോഗ്രാം എന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി അഡ്മിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കാണ്. അപ്പോൾ എന്താണ് ഇൻഡെക്സ് മാർക്ക്? ആ ഒരു വേർഡ് നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഈ ഒരു +1 അഡ്മിഷന് നിങ്ങളുടെ A+ ബേസ് ചെയ്തായിരുന്നു നിങ്ങൾ ആ ഒരു അലോട്ട്മെന്റിനായിട്ടുള്ള മാർക്കും കാര്യങ്ങളും എല്ലാം പരിഗണിച്ചിരുന്നത്. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഗ്രേസ് മാർക്കും കൂടി ആഡ് ചെയ്തിരുന്നു. നിങ്ങളുടെ A+ഉം ഗ്രേസ് മാർക്കും മാത്രമായിരുന്നു ആ ഒരു +1 അലോട്ട്മെന്റിനെ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡിഗ്രി ആ ഒരു പ്രവേശനത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇൻഡെക്സ് മാർക്ക് എന്നൊരു വേർഡ്, നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന ഒരു പദം എന്താണ് എന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, ഇൻഡെക്സ് മാർക്ക് മെയിൻലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് +2-ൽ എത്ര മാർക്ക് ലഭിച്ചു, അതിനോടൊപ്പം നിങ്ങൾ ഏത് വിഷയത്തിനാണ് നിങ്ങൾ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നത് ആ ഒരു വിഷയത്തിന് നിങ്ങൾക്ക് എത്ര മാർക്ക് എഴുതി നേടി, ഇത് രണ്ടും കൂടി ചേർത്ത് വരുന്ന ഒരു മാർക്കാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ 1200-ന് 1100 സയൻസ് സബ്ജക്റ്റിൽ ഒരു വിദ്യാർത്ഥി ബയോസയൻസ് എഴുതിയതിനു ശേഷം 1200-ൽ 1100 മാർക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി നേടിയിട്ടുണ്ട്. അതേ വിദ്യാർത്ഥി തന്നെ കോളേജ് പ്രവേശനത്തിന് BSc ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ഡിഗ്രി പ്രവേശനത്തിനായി അപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ പരിഗണിക്കുന്ന മറ്റൊരു കാര്യം, ഈ 1100 മാർക്കിനോടൊപ്പം തന്നെ എത്ര മാർക്ക് 2 വർഷവും കൂടി ഫിസിക്സ് എന്ന സബ്ജക്റ്റിനെ കരസ്ഥമാക്കി എന്നത് നോക്കും. ഇപ്പോൾ ഫിസിക്സിന് 200-ന് 150 മാർക്കാണ് ആ വിദ്യാർത്ഥി നേടിയിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ ഇൻഡെക്സ് മാർക്കായിട്ട് വരുന്നത് ഓൾറെഡി 1200-ന് നേടിയ 1100 മാർക്കും 200-ന് നേടിയ 150 ഫിസിക്സിന്റെ മാർക്കും കൂടി ചേർത്ത് 1250 മാർക്കായിരിക്കും അവിടെ ഇൻഡെക്സ് മാർക്കായിട്ട് വരുന്നത്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗ്രേസ് മാർക്ക്, ഈ ഒരു സ്പോർട്സിന്റെയോ ആർട്സിന്റെയോ ഏതെങ്കിലും ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് 20, 25 എന്നീ രീതികളിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഡെക്സ് മാർക്കിന്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കിട്ടാവുന്ന മാക്സിമം ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം 1450-നകത്താണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥിക്ക് 1200-ന് 1200 മാർക്ക് ലഭിക്കുന്നു. അതേ വിദ്യാർത്ഥി തന്നെ കൊടുക്കാൻ പോകുന്ന സബ്ജക്റ്റിന് എന്തായാലും 200 മാർക്കും സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലും കൂടെ ഉണ്ടാക്കി കാണാം. അപ്പോൾ 1200-ഉം 200-ഉം ചേർത്ത് 1400. പിന്നെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മാക്സിമം ഗ്രേസ് മാർക്ക് 50 മാർക്കാണ്. അതെല്ലാം കൂടി ചേർത്ത് 1450 മാർക്കാണ് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഇൻഡെക്സ് മാർക്കായിട്ട് കണക്കാക്കുന്നത്. ഇനി ഇതിലൊരു എക്സെപ്ഷൻ കേസ് വരുന്നത്, ഇപ്പോൾ സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സ് സബ്ജക്റ്റുകൾ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ കേസുകളിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്കിന് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ എഴുതി വാങ്ങിയ മാർക്ക് +2-ൽ ഇല്ല. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബയോസയൻസ് എടുത്തൊരു വിദ്യാർത്ഥിക്ക് ഇനി ഡിഗ്രി കാലഘട്ടത്തിൽ എക്കണോമിക്സ് എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പരിഗണിക്കുന്നത് നിങ്ങളുടെ +2-ലെ 1200-ന് ലഭിച്ച മാർക്ക് മാത്രമായിരിക്കും. കാരണം എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റ് നിങ്ങൾ വാങ്ങിയ മാർക്ക് അവിടെ ആഡ് ചെയ്യാനായിട്ട് കിട്ടുന്നില്ല. അത് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റ് അവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സയൻസ് എടുത്തതിന് ശേഷം ഇങ്ങനെ മറ്റ് സബ്ജക്റ്റിലേക്ക് മാറി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചിത സബ്ജക്റ്റ് +2-ൽ പഠിച്ചതിന് ശേഷം അതിന് വിപരീതമായി വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് ഡിഗ്രി അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1200-ന് നേടിയ മാർക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇൻഡെക്സ് മാർക്കിൽ ആഡ് ചെയ്യുന്നത്. പല വിദ്യാർത്ഥികളും അങ്ങനെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. മികച്ച മാർക്കുകൾ 1200-ന് 1190 അടുപ്പിച്ച മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് വച്ചാലും നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ 200-ന്റെ മാർക്കിന്റെ പിൻബലം ഇല്ലാതെ തന്നെ
അഡ്മിഷൻ കിട്ടുന്ന ഒരു പ്രവണതയുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഏതാണ് നിങ്ങളുടെ അങ്ങോട്ടുള്ള ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, ഏതെടുത്ത് പഠിക്കാനാണ് താല്പര്യം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അവർ അലോട്ട്മെന്റ് കൊടുക്കുവാൻ നോക്കുക. അലോട്ട്മെന്റ് കാര്യങ്ങളെല്ലാം ഇനി വരുന്നതേ ഉള്ളൂ. അതിനെ പറ്റിയുള്ള എങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വയ്ക്കാം, ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് വരുന്ന വീഡിയോകളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ടും ഈ ഒരു അഡ്മിഷൻ കിട്ടുന്നവരെയുള്ള കാര്യങ്ങൾ യഥാക്രമത്തിൽ അറിയുന്നതിനായിട്ടും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടരുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.